നമ്മളൊരു ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കാൻ പോണേ. നല്ല വറുത്തരച്ചൊരു കറിയാണ്. നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോകട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറിയാട്ടം ഉണ്ടാക്കാൻ പോണേ. നല്ല വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പൊ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഉള്ളി, ചപ്പുപൊടി, കരിവേപ്പില, പച്ചമുളക്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, ഇതെല്ലാം കേട്ടോ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമാണ്. അപ്പൊ നമുക്ക് കറിയിൽ ഉണ്ടാക്കട്ടോ. ചിക്കൻ നമുക്കൊരു തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു കറിയായിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ അതാ തേങ്ങ വറുക്കാനുള്ള ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ളതാട്ടോ. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു ചട്ടി വെച്ചെടുക്കട്ടോ. നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാം. ചട്ടി നല്ല ചൂടായി വരട്ടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് വെളിച്ചെണ്ണ അരിയിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മൂത്ത് വെച്ച് നമുക്ക് ഉള്ളി ഇട്ടെടുക്കത് 2 ഉള്ളി അരിഞ്ഞതാണ് ഇട്ടെടുക്കാം. ഒരു 4 പച്ചമുളക് ഇട്ടാ. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വാടി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് കറിക്ക് വേണ്ടി ലേശം തേങ്ങ വറുത്തെടുക്കാനുണ്ട്. നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കാം. നമുക്ക് ചീനച്ചട്ടി വെക്കാം. അപ്പൊ നമുക്ക് തേങ്ങ വറുക്കാനുള്ള വെളിച്ചെണ്ണ രസം ഒഴിച്ചിടാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മളെ ഉള്ളി ഇവിടെ വാടിയുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാടി വെച്ചിട്ടോ നല്ലോണം ഒന്ന് വഴറ്റി വരാം. എന്നിട്ട് നമുക്ക് ഇപ്പോഴേക്ക് നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ.
അതാ വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുത്ത് തരാം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി. ഇത് നോക്കിയിട്ട് ഇതാട്ടോ. എരിവിന് പാകത്തിന് 2 സ്പൂണ് മതി എന്നാ വിചാരിക്കുന്നത്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടെ മസാല ഒന്ന് പച്ച മണം പോകണ വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരു സ്പൂൺ ബിരിയാണിപ്പൊടി, കറി മസാലന്റെ പൊടി എന്നും പറയൂട്ടോ. അപ്പൊ അതും കൂടെ ചേർത്തി എടുക്കാം. കുടിവെള്ളം മുട്ടിക്കും മക്കൾ. അത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ തേങ്ങൊക്കെ ഒന്ന് വറുത്തരച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മളെ തേങ്ങ ഒക്കെ ഇവിടെ വറവായി വന്ന് നമുക്ക് ഒന്ന് അരച്ച് എടുക്കട്ടോ. ഒന്ന് വറവായി വന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ തേങ്ങ ഒക്കെ കൂടെ വറുത്ത് നമുക്കിത് അരച്ച് വരാം കേട്ടോ. അപ്പൊ നമ്മളെ ചിക്കനും കിഴങ്ങും ഒക്കെ ഇവിടെ വെന്തുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ ഇതാ വറുത്തരച്ച് ആണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ജാറിലുള്ള തേങ്ങയും കൂടി ഒന്ന് നമുക്ക് എടുക്കട്ടോ. ഒഴിച്ചെടുക്ക. നല്ല ടേസ്റ്റിയായ കറിയാട്ടോ. നല്ല വറുത്തരച്ചൊക്കെ വെച്ച് ചിക്കൻ കറി നല്ല ടേസ്റ്റാട്ടോ. റൊട്ടിയൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കേണ്ട. ഇതിൻ്റെ കൂടെ ചോറിനോ നെയ്ച്ചോറിനോ
റൊട്ടി, ചപ്പാത്തി ഒക്കെ നമുക്ക് ഈ കറി കഴിക്കട്ടോ. നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ്. നമുക്ക് ഉപ്പുണ്ടാവും നോക്കാം. നമുക്ക് ഉപ്പ് കുറവാണ്, അപ്പൊ നമുക്ക് ലേശം കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് തിളച്ച് ചേർക്കട്ടോ. ഇത് ചപ്പ് പൊരിയൊക്കെ ഇടാണ്ട് എല്ലാ കറിയും ഉണ്ടാ നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പ് പൊരിയൊക്കെ ഇട്ടെടുക്കാം. കരിവേപ്പില ഇട്ട് നിന്ന് തിളച്ച് വെക്കട്ടോ. ഒന്ന് തിളച്ച് വെച്ചേ. അപ്പൊ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയ കറിയാണ്. വേണേ നമുക്കൊന്ന് താളിപ്പ് വറവിട്ട് ഒഴിക്കുക. നമ്മൾ ഓപ്ഷനല്ല, നമ്മളിതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിച്ച് വെച്ച സാധനം തന്നെയാണ്. അതിനെ കൊണ്ടാണ് വറവിടാത്തത്. വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ചെയ്യുക, അതൊരു ഓപ്ഷനല്ല. അപ്പൊ ഞങ്ങൾ വറവിടുന്നില്ല, ഓവർ മെഴുക്കായി പോവും, അതുകൊണ്ട് ഞങ്ങൾ വറവിടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.